വെറും 1 മിനിറ്റ് എനിക്ക് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറന്നുപോയ പാസ്വേഡൊക്കെ ഞാൻ കണ്ടുപിടിച്ച് തരാം. അത് നമ്മുടെ ഫോണിൽ തന്നെ സേവായി കിടക്കുന്നുണ്ടാവും. നമ്മൾ ലോഗിനൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പാസ്വേഡൊക്കെ കൊടുത്തിട്ട് ലോഗിൻ ചെയ്യുമല്ലോ, ആ ടൈം തന്നെ ഓട്ടോമാറ്റിക്കലി ഫോണിലേക്ക് സേവ് ആയിരിക്കും നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടിൽ. അത് നിങ്ങൾക്ക് തന്നെ ഫോണിൽ സുഖമായിട്ട് നോക്കിയിട്ട് മനസ്സിലാക്കാം. ഇപ്പോൾ പഴയ ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, നമ്മൾ മുന്നേ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷനൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. അതിൻ്റെ പാസ്വേഡൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ ആ പാസ്വേഡൊക്കെ നിങ്ങളുടെ ഫോണിൽ ഈ സെറ്റിങ്സിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ പാസ്വേഡ് കിട്ടണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു സെറ്റിങ്സ് എടുത്താൽ നിങ്ങൾക്ക് ഈ ഒരു പാസ്വേഡ് നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതെങ്ങനെ എടുക്കാമെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരാം, ഞാൻ നിങ്ങൾക്ക് തന്നെ കാണിച്ചു തരാം. അപ്പോൾ അതിന് മുന്നേ ഇതുപോലെ ഇൻഫോർമേറ്റീവ്സ് വീഡിയോസിനുണ്ട്, നിങ്ങൾ പേജ് ഇപ്പോൾ തന്നെ ഒന്ന് ഫോളോ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, പിന്നെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ ഒരു മിനിറ്റ് ഓക്കെ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരെ നിങ്ങളുടെ ഫോണിൽ സെറ്റിങ്സ് ഉണ്ടാവും, ആ ഒരു സെറ്റിങ്സ് എടുക്കുക. ഫോണിൻ്റെ സെറ്റിങ്സിൽ വന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മുടെ അവിടെ ഒരു സെർച്ച് ബാർ ഉണ്ടോ, നിങ്ങൾ എല്ലാവരുടെ ഫോണിലും ഉണ്ടാവും സെർച്ച് ബാർ, ഒരു ലെൻസിൻ്റെ ഐക്കണൊക്കെ ഉള്ളത്. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ അടിക്കേണ്ടത് പാസ്വേഡ് എന്നാണ്. പാസ്വേഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പാസ്വേഡ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പാസ്വേഡ് മാനേജർ എന്ന് മറ്റുള്ളൊരു ഓപ്ഷൻ കാണും. പാസ്വേഡ് മാനേജറാണ്, അതെടുക്കുക. അതെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെയായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവും ഓരോ ആപ്ലിക്കേഷൻ. ഇതൊക്കെ ഞാൻ ലോഗിൻ ചെയ്ത ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇതിൻ്റെ പാസ്വേഡ് ചിലതിൻ്റെ ഒന്നും എനിക്കറിഞ്ഞൂടാ. ഇപ്പോൾ ഇത് കണ്ട ഫേസ്ബുക്ക് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്. ഇനിയിപ്പോൾ എനിക്ക് ഫേസ്ബുക്കിൻ്റെ പാസ്വേഡ് വേണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്കിൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്യുക. പിന്നെ കൊടുക്കേണ്ടത് നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് ലോക്കാണ്. ഇതാ വന്നിട്ടുണ്ടാവും, ഫിംഗർ പ്രിൻറ്റ് ലോക്ക് വന്നിട്ടുണ്ടാവും. അത് നമ്മൾ എന്ത് ചെയ്യുക, ഫിംഗർ വെച്ചിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പാറ്റേൺ ഉണ്ട്, ഇവിടെ പാറ്റേൺ എന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പാറ്റേൺ കിട്ടും. ആ ഒരു പാറ്റേൺ വെച്ചിട്ട് നിങ്ങൾക്കത് അൺലോക്ക് ചെയ്യാം. എന്നിട്ട് അപ്പോൾ ഇതുപോലെ കിട്ടും. മുകളിൽ പേര് കാണും, ഫേസ്ബുക്കാണ്. അപ്പോൾ പിന്നെ യൂസർ നെയിം ഇവിടെ കാണും. പിന്നെ പാസ്വേഡ് താഴെയായിട്ട് കാണാൻ പറ്റും. എന്നിട്ട് ആ പാസ്വേഡ് നിങ്ങൾക്ക് കാണണമെങ്കിൽ ഇപ്പം നിലവിൽ കാണാൻ നിങ്ങൾക്ക് ഒരു ഡോട്ട് ഉണ്ടായിരിക്കും. പക്ഷേ അതല്ല പാസ്വേഡ്. ആ പാസ്വേഡ് നിങ്ങൾക്ക് തെളിഞ്ഞ് കാണണമെങ്കിൽ, അതായത് വിസിബിൾ ആണെങ്കിൽ ഇവിടെ വിസിബിളിൻ്റെ ഒരു ഐക്കൺ ഉണ്ട്, കണ്ണിൻ്റെ ഐക്കൺ കണ്ടോ നിങ്ങൾ, ഒരു കണ്ണിൻ്റെ, ആ ഒരു കണ്ണിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പാസ്വേഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ സ്ക്രീൻ റെക്കോർഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് പാസ്വേഡ് കാണാൻ പറ്റില്ല. ഞാനിതാ കണ്ണിൽ ടിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാസ്വേഡ് അവിടെ വിസിബിളായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇനി നിങ്ങൾക്കിത് ഇവിടുന്ന് കോപ്പി ചെയ്യണമെങ്കിൽ ആ ഒരു കള്ളിയുണ്ടോ, ആ ഒരു 2 കള്ളിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പാസ്വേഡ് കോപ്പിയാവും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ്, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് തന്നെ എടുത്തു നോക്കാം. അപ്പോൾ മറന്നുപോയ പാസ്വേഡൊക്കെ ഉണ്ടെങ്കിൽ ഇതുവഴി നിങ്ങൾക്ക് കണ്ടുപിടിച്ചിട്ട് ഒന്നുകൂടെ ലോഗിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതിൽ പാസ്വേഡ് മാനേജർ എന്ന് പറഞ്ഞത് ഇത് വിവോൻ്റെ ഫോണാണ്. അപ്പോൾ വിവോൻ്റെ ഫോണിൽ പാസ്വേഡ് മാനേജർ എന്നാണ് ഉണ്ടാകുക. നിങ്ങളുടെ ഫോൺ ഏതാണെന്ന് കമൻറ്റ് ചെയ്ത് റിപ്ലൈ തരാം. അപ്പോൾ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.